വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 23 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസിന്റെ മുൻപിൽ അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങിലും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. പീലാത്തോസിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട യേശു. ന്യായാധിപ സംഘത്തിന്റെ വിസ്താരം കഴിഞ്ഞതിനു ശേഷം ബന്ധപ്പെട്ട എല്ലാവരും കൂടെ യേശുവിനെ തുടർന്നുള്ള വിസ്താരത്തിനായി പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കുന്നു. അദ്ദേഹമായിരുന്നു അക്കാലത്തെ അന്നാട്ടിലെ രാഷ്ട്രീയാധികാരി. റോമൻ ചക്രവർത്തിയായ സീസറിനാൽ നിയമിതനായിട്ടുള്ള നാട്ടിലെ ഗവർണറായിരുന്നു അന്ന് പീലാത്തോസ്. പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് ന്യായാധിപ സംഘത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുറ്റപത്രം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇയാൾ റോമൻ ചക്രവർത്തിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സീസറിന് നികുതി കൊടുക്കേണ്ട എന്ന് ജനങ്ങളെ പറഞ്ഞു പ്രകോപിപ്പിച്ചു. എന്നല്ല, ഇയാളാണ് യഹൂദന്മാരുടെ രാജാവ് ആയിട്ടുള്ള ക്രിസ്തു എന്ന് ഇയാൾ ഉടനീളം പറഞ്ഞ് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ഇടവരുന്നു. ഒരു അട്ടിമറിക്ക് പോലും രാജ്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രമത്തിലാണ് ഇയാൾ. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ കുറ്റപത്രത്തിന്റെ ചുരുക്കം. കുറ്റസമർപ്പണം കഴിഞ്ഞതിന് ശേഷം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, ഈ പറയുന്ന കുറ്റം അനുസരിച്ച് താങ്കൾ യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തുവാണോ? യേശു അതിന് ഉത്തരമായിട്ട് പറയുന്നു, അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. യേശുവിന്റെ ഉത്തരം കേട്ട് പീലാത്തോസ് അവിടെ കൂടിയിരുന്ന ജനങ്ങളോടായിട്ട് പറയുന്നു, ഞാൻ ഇയാളിൽ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റവും കാണുന്നില്ല. വധശിക്ഷ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു കുറ്റവും ഇദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് ബോധ്യം വന്നിട്ടില്ല എന്ന് ജനങ്ങളോട് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ തറപ്പിച്ചു പറയുന്നു, ഇവൻ രാജ്യദ്രോഹിയാണ്. ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഗാലിലി തൊട്ട് ഉടനീളം അവൻ പ്രസംഗ പരമ്പരകൾ നടത്തുന്നതായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിർബന്ധപൂർവം അവനെ വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ശാഠ്യസ്വരത്തിൽ വിളിച്ചു പറയുന്ന ജനങ്ങളെയാണ് ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.